ഈ IPM IAS എന്നാണ് ഈ ആപ്പിന്റെ പേര് എന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഇത് സിവിൽ സർവീസുകാർക്ക് മാത്രമായിട്ട് ഉള്ള ഒരു ആപ്പാണോ? സിവിൽ സർവീസിന് മാത്രമായിട്ടാണ് നമ്മുടെ കോഴ്സ് വരുന്നത്. പക്ഷേ സിവിൽ സർവീസിന് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ നോളജ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ എക്സാമിനേഷനും പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് മാറും. ഇപ്പം PSC LD ക്ലർക്കിലേക്ക് പോകുന്ന ആളുകളും അതേപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് അങ്ങനെയുള്ള ഒരുപാട് എക്സാംസ് ഉണ്ട്. ഇവർക്കൊക്കെ ചിലപ്പോൾ ഒരു ആഗ്രഹം കാണത്തില്ലേ സിവിൽ സർവീസ് ആയ കൊള്ളാം എന്നുള്ളത്. കാരണം ഈ പറഞ്ഞ എല്ലാ പോസ്റ്റിന്റെയും ഏറ്റവും മുകളിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് ഒന്നുകിൽ ഒരു IAS കാരനോ IPS കാരനോ ഒക്കെ ആയിരിക്കും. ഇവർക്ക് എല്ലാവർക്കും ആഗ്രഹം കാണത്തില്ല ആ പൊസിഷനിൽ ഇരിക്കണം എന്നുള്ളത്. അപ്പൊ എന്തായിരിക്കും ഇവരെ പുറമോട്ട് വലിക്കുന്ന ഒരു സംഭവം? ഒരുപക്ഷെ പൈസ കൂടുതലാണ് എന്നുള്ളതായിരിക്കും. അത് മാത്രമല്ല, ചിലപ്പം എന്നെ കൊണ്ട് പറ്റുമോ, എൻ്റെ ഒരു കോമ്പിറ്റൻസി വെച്ചിട്ട് എൻ്റെ ഒരു ബുദ്ധി വെച്ചിട്ട് പറ്റുമോ എന്നുള്ളൊരു ലിമിറ്റിംഗ് ബിലീഫ് കൂടെ അല്ലേ? അപ്പം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സിവിൽ സർവീസിന് പഠിച്ചു കഴിഞ്ഞാൽ ഈ PSC നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ നിങ്ങൾ വലിയ സ്വപ്നം കാണും, ആ സ്വപ്നത്തിൽ നിന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തെടുക്കുക. ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആയിട്ട് മാറും. അത് ചെയ്തെടുത്ത് നിങ്ങൾക്ക് അവിടേക്ക് എത്താനായിട്ട് പറ്റുമല്ലോ.